എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാഗസിൻ്റെ പേജൊക്കെ വെച്ചിട്ട് പെയിൻ്റ് ഒന്നും ഉപയോഗിക്കാതെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണാം കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ഉപയോഗിക്കാണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഉജാലയാണ്. അപ്പോൾ നമ്മൾ തുണിയൊക്കെ മുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ ഉജാല. അപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വെള്ള പേപ്പറാണ്. ഇങ്ങനത്തെ വെള്ള പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൻ്റെ ഒക്കെ പേജ് ഉണ്ടാവില്ലേ, അത് കീറിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ മാത്സ് ബുക്കിൻ്റെയൊക്കെ ലാസ്റ്റൊക്കെ പേജ് ചിലപ്പോൾ യൂസ് ചെയ്യാണ്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ ലാസ്റ്റ് പേജൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാതെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒന്നോ രണ്ടോ പേജൊക്കെ എടുത്താൽ മതി, ആവശ്യമില്ലാത്ത എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് കീറി എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് തോന്നിയ പോലെ കീറാം കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കീറില്ലേ പേജൊക്കെ, അതേപോലെ തന്നെ ഒരു ഓർഡറൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കീറി എടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു 2-3 ഷീറ്റ് ഇതുപോലെ കീറി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 നല്ല ചതുരത്തിലും കൂടെ സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതും കൂടെ എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും വേണം നമുക്ക് പേപ്പറുകൾ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മുക്കി വെക്കണം ഉജാല കലക്കിയിട്ടുള്ള വെള്ളത്തിൽ. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഞാൻ കുറച്ച് പേപ്പറുകൾ ഇങ്ങനെ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്ത് പരത്തി വെച്ചിട്ട് ഉണക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഉണക്കിയിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ആവണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഈ ഒരു വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് വീണ്ടും ചെയ്യുക. പിന്നെ നല്ല ഡാർക്കായിട്ട് വരണമെങ്കിൽ ഉജാല തന്നെ ഡയറക്റ്റായിട്ട് കുറച്ചൊരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് അതിലൊന്ന് മുക്കിയിട്ട് ഉണക്കിയാൽ മതി. അപ്പോൾ നല്ല ഡാർക്കിൽ കിട്ടും. ഇപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്താലേ അതിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റായിട്ടും കുറച്ചൊന്ന് ഡാർക്കായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരു ദിവസം മുമ്പേ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഒരുവിധം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ മുക്കിയിട്ട് ചെയ്യുക. പിന്നെ ആ നല്ല ഡാർക്കായിട്ടുള്ളത് ഞാൻ ഉജാല കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ പോലെയൊക്കെ അതിൽ തനിയെ വരും, പേപ്പറല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയുകയാണെങ്കിൽ അവർ ചെയ്തു തന്നോളും. ഇതിപ്പോൾ എൻ്റെ മോനും മോളും കൂടി ഇരുന്നിട്ട് ഫുള്ള് എനിക്ക് മുക്കി അതൊക്കെ ഉണക്കി തന്നു. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഉജാല കലക്കിയിട്ടൊക്കെ കളിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത്രയും പണി ലാഭമാവും. ഇങ്ങനെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഫെവിക്കോളും വെള്ളവും കൂടിയിട്ട് എന്നും ചെയ്യുന്ന പോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആ ബോട്ടിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ പേപ്പറും ഒരു ഡിസൈനിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ട് വേണം മറ്റേത് വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം തന്നെ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ എന്നോട് കുറച്ച് പേരൊക്കെ ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമി ഡിൽജോ ഹായ് സഫ ഹായ്, പ്രവിത ഷാജി ഹായ്, ഷിബിന ഹായ്, മുഹമ്മദ് സുഹൈൽ ഹായ്, ഫർവിത ഹായ്, റിനിത ഹായ്, ഹൃദ്യ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എപ്പോഴും കമൻ്റ് ഇടുന്നതാണ് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കാനായിട്ട് നമുക്ക് വെക്കാം. അതിനു മുമ്പ് ഫെവിക്കോളും വെള്ളവും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഈ പേപ്പറിൻ്റെ മുകളിലൂടെ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കോട്ടിങ് പോലെ, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ നമുക്ക് കിട്ടും. വാർണിഷ് അടിക്കുന്നതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ലെങ്കിലും നമുക്ക് വാർണിഷ് ഇല്ലാണ്ട് തൽക്കാലത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പെട്ടെന്ന് അങ്ങോട്ട് ഈ പേപ്പർ കേടാവുകയില്ല കേട്ടോ. അപ്പോൾ ആരോ കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടുന്നില്ല എന്ന്. അപ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഫെവിക്കോൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എടുത്തത് കൂടിയിട്ട് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. ഇത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് ചതുരത്തിലുള്ള ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പേപ്പറില്ലേ, അത് നമുക്കൊന്നൊരു പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് ആദ്യം തന്നെ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ റൗണ്ടിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മൂടിയോ അല്ലെങ്കിൽ വളയൊക്കെ വെച്ചിട്ട് റൗണ്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഏകദേശം ഒന്ന് റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ഒരു സൈഡിലൂടെ ഈ സിസർ വെച്ചിട്ട് റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്പ്രിങ് ഒക്കെ ഇല്ലേ, അതേ ഒരു മോഡലിൽ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ലാസ്റ്റ് ചെറിയൊരു റൗണ്ട് വിട്ടാൽ മതി, ബാക്കി ഇങ്ങനെ ഫുള്ള് റൗണ്ടിൽ കട്ട് ചെയ്യുക.
എവിടെയെങ്കിലുമൊക്കെ റൗണ്ട് ഷേപ്പ് പോയിട്ടുണ്ടെങ്കിൽ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കുക. എന്നിട്ട് നമ്മൾ തുടങ്ങിയിടത്തു നിന്നും ഇങ്ങനെ പേപ്പർ ചുരുട്ടി കൊണ്ടുവരണം. ആ ഒരു ലാസ്റ്റ് ഭാഗം വരെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് വരെ ചുരുട്ടി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഒരു പൂവ് പോലെ കിട്ടും നമുക്ക്. എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുവിലത്തെ ചെറിയൊരു ഭാഗമല്ലേ അവിടത്തേക്ക് ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ഒട്ടിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറായി. അപ്പോൾ ഞാനിതിന് ഒരു ചിരട് ചുറ്റി കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉജാല വെച്ച് തന്നെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഉജാല വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്